കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ പാനൽ ഇന്ന് യോഗം ചേരും. കുട്ടിയുടെ ചികിത്സാ രേഖകൾ പരിശോധിക്കും. വിബീഷ് KT വിവരങ്ങളുമായി. വിബീഷ്, വിശദാംശം എന്താണ്? നിഷാദ്, പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അടക്കമുള്ള സംഘമാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷമായിരിക്കും കേസിൽ കൂടുതൽ ഡോക്ടർമാരെ പ്രതി ചേർക്കണം എന്നതടക്കമുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. നിലവിൽ ഒരു ഡോക്ടറെയാണ്, അതായത് കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ അഞ്ജലി പൊതുവാൾ എന്ന ഡോക്ടറെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റു 2 ഡോക്ടർക്കെതിരെ, അതായത് സർജൻ അതുപോലെ തന്നെ പീഡിയാട്രീഷ്യൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ചിരിക്കുന്നത്. അതിനിടെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കുട്ടിക്ക് ജനറൽ അനസ്തേഷ്യ ചെയ്ത ശേഷമുള്ള കാർഡിയക് അറസ്റ്റാണ് മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല, വളരെ നേരിയ മുറിവാണ് ശരീരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം, ഇത്തരത്തിലുള്ള ഒരു നേരിയ മുറിവിന് ഇത്തരത്തിൽ ഒരു ജനറൽ അനസ്തേഷ്യ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ ബോർഡിന്റെ യോഗ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ, മെഡിക്കൽ ബോർഡ് ചികിത്സാ രേഖകൾ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. ശരി.